മലയാളം ടെലിവിഷൻ രംഗത്ത് സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയായ വ്യക്തിയാണ് സജ്ന നൂർ. ഒരു അഭിനേത്രി, മോഡൽ, അവതാരക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ സജ്ന തന്റെ ജീവിതത്തിലെ സംഭവവികാസങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ കലാരംഗത്തോട് താല്പര്യമുണ്ടായിരുന്ന സജ്ന ടെലിവിഷൻ പരിപാടികളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനപ്രീതി നേടി. തന്റെ ആത്മവിശ്വാസവും വ്യക്തമായ അഭിപ്രായങ്ങളും കൊണ്ടാണ് അവർ കൂടുതലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതെന്നുകൂടി പറയാം. വിവിധ ടെലിവിഷൻ പരിപാടികളിലും അഭിമുഖങ്ങളിലും പങ്കെടുത്തതോടെ സജ്നയുടെ ആരാധക വൃന്ദവും വർദ്ധിച്ചു. മലയാളി ബിഗ് ബോസ് സീസൺ 3 പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ താരം കൂടിയാണ് സജ്ന. അവിടെ നിന്ന് മത്സരിച്ച സമയം തന്നെ സജ്ന ഭർത്താവായിരുന്ന ഫിറോസ് ഖാനുമായി ഒരുമിച്ച് ഒറ്റ മത്സരാർത്ഥിയായിട്ടായിരുന്നു എത്തിയത്. അന്നത് തരംഗമാവുകയും ചെയ്തിരുന്നു. ബിഗ് ബോസിൽ വലിയ പ്രശസ്തിയിലെത്തുകയും ചെയ്തിരുന്നു. അന്ന കരീന, സുമംഗലി ഭവ, ചാക്കോയും മറിയവും എന്നിവയുൾപ്പെടെ വിവിധ മലയാള TV സീരിയലുകളിലും സിനിമകളിലും സജ്ന പ്രവർത്തിച്ചിട്ടുണ്ട്. 2 കുട്ടികളുടെ അമ്മയായ സജ്ന അവരുടെ സുരക്ഷിതത്വവും സ്വന്തം നിലയുറപ്പുമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഫിറോസ് ഖാനും സജ്ന ഫിറോസും നിയമങ്ങൾ ലംഘിച്ചതോടെയാണ് ബിഗ് ബോസിൽ നിന്ന് 59-ാം ദിവസം പുറത്തായത്. സജ്നയുടെ ജീവിതത്തിലെ പ്രധാന അധ്യായങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ബിഗ് ബോസും ഫിറോസ് ഖാനുമായുള്ള വിവാഹവും. സോഷ്യൽ മീഡിയയിൽ പൊതുപരിപാടികളിലും സജീവമായിരുന്ന ഈ ദമ്പതികൾ മലയാളികൾക്ക് സുപരിചിതയായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥികളായി എത്തിയതോടെ ഇവരുടെ ജനപ്രീതി കുതിച്ചുയർന്നു എന്ന് തന്നെ പറയാം. ഷോയിലെ പ്രകടനങ്ങളും തുറന്നുപറച്ചിലുകളും ഇവരേറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തികളാക്കി മാറ്റി. പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരും ഒരുപോലെ ഉണ്ടായിരുന്നെങ്കിലും പൊതുജന ശ്രദ്ധയിൽ തുടരാൻ ഇരുവർക്കും സാധിച്ചു. ബിഗ് ബോസിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ സജ്നയുടെ ഓരോ ചലനങ്ങളും വാർത്തയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും വാർത്തകളിലും സജ്നയെക്കുറിച്ച് വരുന്നത് ഒട്ടനവധി കിംവദന്തികളാണ്. 2025 ഇവർ വിവാഹമോചനം നേടിയത്. ഫിറോസുമായുള്ള വേർപിരിയലിന് ശേഷം സജ്നയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകനാണ് ഉള്ളത്. ആ മകന്റെ സുരക്ഷിതത്വവും എപ്പോഴും സംസാരിക്കാറുള്ള വ്യക്തി കൂടിയാണ് സജ്ന. വ്യക്തിപരമായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ക്രൂരമായി തന്നെ മറ്റു രീതിയിൽ അധിക്ഷേപിച്ചു എന്ന കഴിഞ്ഞ ദിവസം സജ്നയുടെ വാർത്തകളുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് സജ്നയുടെ അക്കൗണ്ടിൽ നിന്നും താൻ ഗർഭിണിയാണ് എന്ന തരത്തിലൊരു പോസ്റ്റ് പ്രചരിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അടുത്ത ദിവസം തന്നെ സജ്ന അത് തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട ആരോ പോസ്റ്റ് ചെയ്തതാണെന്നും തന്നെ മനഃപൂർവ്വം ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. സജ്ന പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണെന്നും മനസ്സിലാകുന്നു. പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവരുടെ മുൻ ഭർത്താവായിരുന്ന ഫിറോസ് ഖാൻ ഒരു വീഡിയോയുമായി പുറത്തു വന്നിരുന്നു. സജ്നയുടെ തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടി പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും സൈബർ അറ്റാക്കിന് ഇരയാക്കുകയാണ് സജ്ന നൂറിനെ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.